ശ്രീ ഡിജോ കാപ്പൻ, ഈ സംഭവങ്ങൾ, അതായത് ഇപ്പോൾ ഈ കൂരിയാട് നടന്ന സംഭവം, പിന്നെ അതിന് പുറമെ ഈ ദേശീയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ അപകട ഭീഷണി നേരിടുന്ന ധാരാളം ഇടങ്ങളിൽ ആളുകൾ സമരത്തിലേക്കും പ്രതിഷേധത്തിലൊക്കെ പോകുന്നത്. ഇപ്പോൾ കോഴിക്കോട് കൊയിലാണ്ടിയിലെ കുഞ്ഞോട് മലയിലെ നിവാസികൾ സമരം തുടങ്ങിയിട്ട് കുറച്ചായി, അവരുടെ സമരം നടക്കുന്നുണ്ട്. അതിന് പുറമെയാണ് ഈ അപകട സാഹചര്യം നിൽക്കുന്ന ഇത്തരം പാതകൾ ഉണ്ടാകുന്നത്. അപ്പോൾ വികസനത്തിൻ്റെ വലിയ മുഖമുദ്രകളായി ഇതൊക്കെ ഉയർത്തിക്കാട്ടുമ്പോൾ ഏത് നിമിഷവും ഇതിന് പിന്നിൽ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ടോ എന്ന് നമ്മളിൽ ആശങ്കയുണ്ടാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന സംഭവങ്ങൾ. താങ്കൾ ഇത് ആരുടെ ഭാഗത്തെ പിഴവായിട്ടാണ് കാണുന്നത്? ഇപ്പോൾ ജനപ്രതിനിധികൾ തന്നെ ഈ വിഷയത്തിൽ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിനൊരു ഈ പാടമൊക്കെ നികത്തി ഉയർത്തുന്നതിന് പകരം പാലങ്ങളൊക്കെ ഉള്ള ഒരു വയഡക്റ്റ് രീതിയാണ് ഇതിനകത്ത് വേണ്ടത്. ഇപ്പോൾ ഈ ശ്രീധരനെ പോലെയുള്ള എക്സ്പേർട്സ് ഒക്കെ പറയുന്നത് വയഡക്റ്റ് രീതിയാണ് വേണ്ടതെന്നാണ്. അപ്പോൾ ഇത് അവിടുത്തെ ഭൂപ്രകൃതി മനസ്സിലാക്കി സാധാരണ നിലയിൽ ഈ KNRC പോലെയുള്ള ഒരു കമ്പനി സ്വാഭാവികമായി ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? അപ്പോൾ എന്നിട്ടും ഈ പാകപ്പിഴകൾ വന്നത് എന്തുകൊണ്ടായിരിക്കാം? ആരുടെ ഉത്തരവാദിത്തമായിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്? ജനങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് ആരോടാണ്? ശ്രീ ഡിജോ കാപ്പൻ. ഗോപീകൃഷ്ണ, ഞാൻ ഒരു പക്ഷത്തിൻ്റെ ആളല്ല. പക്ഷേ ബഹുമാനപ്പെട്ട മുസ്തഫായോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ഞാനൊന്ന് പറയട്ടെ. ആരാണ് ഈ നാഷണൽ ഹൈവേ പണിയാൻ ഇത്രയും കാലം എല്ലങ്കോളിലിട്ടത്? ഇവിടെ ആദ്യത്തെ തർക്കം എന്തായിരുന്നു? ഇത് 30 മീറ്റർ മതിയോ 45 മീറ്റർ വേണോ? അത് പറഞ്ഞുകൊണ്ട് എത്രയോ കാലം തള്ളിവിട്ടു. അതിനുശേഷം ടോള് പാടില്ലെന്നും പറഞ്ഞുകൊണ്ട് കേരളത്തിൽ സമരത്തിൽ ആരായിരുന്നു? അന്ന് ആകെ ഈ 30 പോരാ 45 മീറ്റർ വേണമെന്ന് പറഞ്ഞ 2 പൊതുപ്രവർത്തകരെ കേരളത്തിൽ അന്നുണ്ടായിരുന്നുള്ളൂ. ഒന്ന് ബഹുമാനപ്പെട്ട ജോസ് തെറ്റേൽ MLA, അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ ആളായിരുന്നു. പിന്നെ അന്തരിച്ച PT തോമസും. ഇവരൊക്കെ പറഞ്ഞിരുന്നു കേരളത്തിൽ റോഡിൻ്റെ എണ്ണം, വീതി കുറയുന്നു, അല്ലെങ്കിൽ നീളം ആവശ്യത്തിന് കൂടുന്നില്ല, വാഹനങ്ങളുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടുന്നു, അതുകൊണ്ട് റോഡിന് വീതി വേണമെന്ന് പറഞ്ഞ 2 പൊതുപ്രവർത്തകരെ ഉണ്ടായിരുന്നുള്ളൂ. ആ വിഷയത്തിൽ ഞാൻ തിരിച്ചു വരാം. ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവം ഉണ്ടായത്? ഇവിടെ കോഴിക്കോട് നിന്ന് തൃശ്ശൂർക്ക് പോകുന്ന കുറിയാടിന് സമീപം 2:30 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:30 കുറേ ഭാഗം അടർന്നു വീഴുന്നു. അതിനുശേഷം അവിടുന്ന് തൊട്ടപ്പുറത്തെ 4 കിലോമീറ്റർ അപ്പുറേ മലപ്പുറം തലപ്പാറയ്ക്ക് സമീപം റോഡിൽ വിള്ളൽ കണ്ടെത്തി. അവിടെ രാമനാട്ടുകര വേങ്ങളം നാഷണൽ ഹൈവേയിൽ ബൈപ്പാസ് റോഡ്, സർവീസ് റോഡ്, അത് ഏതാണ്ട് 50 മീറ്ററോളം ദൂരത്തിൽ 20 സെൻറ്റിമീറ്റർ താന്നുപോയി. ആ റോഡ് തലേ ദിവസമാണ് പൂർത്തിയാക്കിയത്. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ പഠിച്ചിടത്തോളം ഇത് നാഷണൽ ഹൈവേയുടെ ഉദ്യോഗസ്ഥന്മാർ പല റീച്ചിൽ പല കോൺട്രാക്ടർമാരാണ്. ഈ റീച്ചിൽ മാത്രം ഒറ്റ മലയാളി ഉദ്യോഗസ്ഥന്മാരില്ലായിരുന്നു. അവരെല്ലാം വടക്കേ ഇന്ത്യയിലെ രീതിയിലാണ് ഈ റോഡിലെ മണ്ണിൻ്റെ ദൃഢത അളന്നത് മനസ്സിലാക്കിയതെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അന്വേഷണത്തിൽ മനസ്സിലായത്. അതായത് ഒരടി പൊക്കത്തിൽ മണ്ണിട്ടിട്ട് റോളർ കയറ്റി അത് ലെയർ കോമ്പാക്ഷൻ നടത്തി അതിൻ്റെ ഒരു സോയിൽ ടെസ്റ്റ് നടത്തിയിട്ടാണ് അടുത്ത ലെയർ മണ്ണിടേണ്ടത്. ഇവിടെ അങ്ങനെയല്ല ചെയ്തത്. ഇവിടെ ചെളിക്കകത്തോട്ട് കുറേ മണ്ണൂടെ ഇട്ടു. ആ മണ്ണൂടെ ഇട്ട് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും മഴ പെയ്ത് കഴിഞ്ഞപ്പം ഈ ലോഡ് ഭാരവണ്ടി അങ്ങ് ചെന്ന് ഈ ലോഡ് അങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേനും 2 സൈഡിലോട്ട് ഈ മണ്ണങ്ങ് തള്ളിപ്പോയി. ഇതിൽ ആ നാട്ടുകാർക്ക് അവരുടെ നിർദ്ദേശങ്ങൾ വെക്കാനോ പരാതിപ്പെടാനോ ഇതിലെ അപാകതകൾ കണ്ടെത്തിയാൽ അത് മുന്നോട്ട് വെക്കാനോ എന്തെങ്കിലും ഒരു സംവിധാനമുണ്ടോ? അവിടുത്തെ ജനപ്രതിനിധികൾ ഇപ്പോൾ ഈ വയോഡക്റ്റ് സംവിധാനമാണ് വേണ്ടതെന്നൊക്കെ പറയുന്ന അവർ ആ ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അവർക്ക് ഇടപെടാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സംവിധാനം ഇതിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? അല്ല, ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ അവിടെ പ്രാദേശികമായി രാഷ്ട്രീയ കക്ഷികളും അല്ലാതെയും ഒക്കെ ആളുകൾ ഈ ചെളിക്കകത്ത് ഈ മണ്ണ് കോരി ഇടരുത്, അങ്ങനെയല്ല ഇത് പണിയേണ്ടതെന്ന് പറഞ്ഞ് അവിടെ പ്രതിഷേധ ധർണയും ഒക്കെ നടത്തി. ഇവിടെ ബഹുമാനപ്പെട്ട മുസ്തഫ പറഞ്ഞു സംസ്ഥാന ഗവൺമെൻറ് അധികാരമില്ലെന്ന്. അങ്ങനെ അധികാരമില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ചൊവ്വാഴ്ച കളക്ടർ വിളിച്ച യോഗത്തിൽ ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരും അതിൻ്റെ പ്രോജക്റ്റ് 66-ൻ്റെ പ്രോജക്റ്റ് ഡയറക്ടറും ഒക്കെ അവിടെ വന്നല്ലോ? അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അധികാരം ഉണ്ടായിട്ട് തന്നെയാണ്. ഇപ്പം രാവിലെ ഉച്ചയ്ക്ക് 2:30 മണിക്കായിരുന്നത് കൊണ്ട് ഒരു മാരുതി കാർ മാത്രമേ അപകടത്തിൽപ്പെട്ടുള്ളൂ. അത് രാവിലെ ഒരു 10 മണി സമയത്തോ അല്ലെങ്കിൽ വൈകിട്ട് 4-നും 6-നും ഒക്കെ ഇടയ്ക്കായിരുന്നു എങ്കിൽ ചിലപ്പോൾ എത്രയോ ജീവൻ അപകടത്തിലായേനെ. അപ്പം അങ്ങനെ കൈ ഒഴിയാൻ സംസ്ഥാന ഗവൺമെൻറ്റിനോ നാഷണൽ ഹൈവേ അതോറിറ്റിക്കോ പറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ ഉത്തമ ബോധ്യം. ഇക്കാര്യത്തിൽ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഈ തദ്ദേശീയരായ കുറച്ച് എഞ്ചിനീയർമാരും കൂടി ഈ റീച്ച് പണിയുന്നിടത്ത്
ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു അപകടം ഉണ്ടാകില്ലായിരുന്നു. പിന്നെ ഇവിടെ ബഹുമാനപ്പെട്ട BJP-യുടെ പ്രതിനിധി ഇവിടെ പറഞ്ഞു, ഈ ഗ്യാരണ്ടി ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു നഷ്ടവുമില്ല, നമുക്ക് നഷ്ടമുണ്ട്. അങ്ങൊന്ന് മനസ്സിലാക്കണം. നമുക്കറിയാം ഈ ടോൾ പിരിക്കുന്നത് തന്നെ ഇപ്പം നമ്മുടെ പല സ്ഥലങ്ങളിലും ആ പീരീഡ് കഴിഞ്ഞിട്ടും ടോൾ പിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് എത്രമാത്രം ഡിലേ ആകുന്നോ എല്ലാ വർഷവും 5% ഈ റോഡ് നിർമ്മാണത്തിന് വേണ്ടുന്ന മെറ്റീരിയലിൻ്റെ കോസ്റ്റ് കൂടും. അപ്പോൾ ഇത് നീളും തോറും ഇത് ടോളുള്ള റോഡാണ്. അപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ ആ കാലത്ത് നേരത്തെ തീരേണ്ടിയിരുന്നതായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും തന്നെ ടോൾ കൊടുക്കേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ ഓരോ വർഷം ചെല്ലും തോറും ടോളിൻ്റെ തുക കൂടി വരും എന്നുള്ളത് കൊണ്ടും ഈ പണിതിട്ട റോഡിൽ, അതായത് നമ്മൾ 40% പണം കൊടുത്തു, ഇനി ബാക്കി 60% ഈ ടോളിൽ നിന്ന് പിരിച്ചിട്ട് ഇവർക്ക് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പം സ്വാഭാവികമായിട്ടും ഇവരുടെ കയ്യിൽ നിന്ന് ഈ പണി പൂർത്തിയാക്കി കഴിഞ്ഞ് യഥാസമയം പൂർത്തിയാക്കിയില്ലെങ്കിൽ നഷ്ടപരിഹാരം മേടിക്കുമെന്നൊക്കെയുള്ള രണ്ടാമത്തെ കാര്യം. പക്ഷേ ഈ ബന്ധപ്പെട്ട ഈ കമ്പനികളിൽ നിന്ന് ഇവിടെ ഗതാഗത യോഗ്യമായ റോഡിൽ വണ്ടി ഓടാത്തതിന് പെനാൽറ്റി മേടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇനിയുള്ള കോൺട്രാക്ട് സ്ഥലങ്ങളിലെങ്കിലും നല്ല നിലയിൽ നല്ല മെറ്റീരിയൽ ഇട്ട് റോഡ് പണിയുവാൻ അല്ല ശ്രീ ഡിജോ കാപ്പൻ, ഒറ്റ കാര്യം കൂടി ചോദിച്ച് ഞാൻ ആദ്യത്തെ ഒരു ഇടവേളയിലേക്ക് പോകും. അതായത് ഒറ്റ കാര്യം, ഈ റോഡ് നിർമ്മാണത്തിന്റെ അതിനുപയോഗിക്കുന്ന വസ്തുക്കൾ, അതിന്റെ നിർമ്മാണ വസ്തുക്കൾ സംബന്ധിച്ച കാര്യങ്ങളിൽ അതിന്റെ ഗുണമേന്മ, അതിന്റെ ക്വാളിറ്റി അഷ്വറൻസ്, ഗുണമേന്മ ഉറപ്പുവരുത്താൻ ഇതിന്റെ ഓരോ ഘട്ടത്തിലും ഇടപെടാൻ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംവിധാനത്തിനോ കഴിയാതെ വരുന്ന ഒരു സാഹചര്യമുണ്ടോ? ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ വെള്ളവും മണ്ണും ചെളിയുമൊക്കെ എടുത്ത് ഈ വയലിൽ നിന്നെടുത്ത മണ്ണെടുത്ത് അവിടെ ഉയർത്തിക്കെട്ടുമ്പോൾ അത് അശാസ്ത്രീയമാണെന്ന് പറഞ്ഞ് ബഹളം വെക്കാനുള്ള നാട്ടുകാരുണ്ടായിരുന്നു. അത് കേട്ടിട്ടില്ല. NHA ഇടപെട്ടിട്ടില്ല. വേറെ ഒരു സംവിധാനവും അവരൊരു ഇടപെടൽ നടത്തിയിട്ടില്ല. ഈ ബയോഡക്റ്റ് സംവിധാനമാണ് വേണ്ടത്, ഒരു എലിവേറ്റഡ് ഹൈവേ ആണ് വേണ്ടതെന്ന അഭിപ്രായമുണ്ടെങ്കിലും അതാരും ചെവിക്കൊണ്ടിട്ടില്ല. നിർമ്മാണത്തിൻ്റെ ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഏതാണ്ട് ബോധ്യമാകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇതിലെ ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? അത് ഓരോ ഘട്ടത്തിലും ഉറപ്പുവരുത്താൻ എന്തെങ്കിലും ഒരു സംവിധാനമുണ്ടോ? അതോ നാട്ടുകാർക്കൊക്കെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ? അല്ല, നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ അവിടെയുണ്ട്. ആ ഉദ്യോഗസ്ഥന്മാർ യഥാസമയം ഇത് ചെയ്തിട്ടില്ലാത്തത് കൊണ്ടാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഇവിടെ പറ്റിയതെന്താണെന്ന് വെച്ചാൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ മലയാളികളായ ഉദ്യോഗസ്ഥന്മാർ, എഞ്ചിനീയർമാരുണ്ടായിരുന്നത് കൊണ്ട് അവരെ വടക്കേ ഇന്ത്യയിലെ നിലയിലല്ല ഇവിടുത്തെ മണ്ണിൻ്റെ ഘടന എന്ന് ഈ മറ്റ് അവർക്ക് സൂപ്പർവൈസ് ചെയ്യുന്ന സഹ ഉദ്യോഗസ്ഥന്മാരെ ബോധ്യപ്പെടുത്തി. ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതെ വന്നതുകൊണ്ടാണ് ഇവിടെ ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഇത് ഇനി കൂടുതൽ അപകടം ഉണ്ടാവും. 12 മീറ്ററിൽ കൂടുതൽ ഉള്ള സ്ഥലങ്ങളിലൊക്കെ എലിവേറ്റഡ് ഹൈവേ വേണം. മുമ്പേ ഈ പറഞ്ഞതുപോലെ ഇവർ തന്നെ ഡിസൈൻ ചെയ്തു, ഇവർ തന്നെ എസ്റ്റിമേറ്റ് എടുത്തു. ആ ഡിസൈനിങ്ങിൽ തന്നെ ഇവർ IRCയുടെ നോംസ് അനുസരിച്ചാണ് ഇത് ചെയ്യേണ്ടത്. IRCയുടെ നോംസ് അനുസരിച്ച് അത് സ്ട്രെങ്തൻ ചെയ്യുന്നതിന്, അതുപോലെ തന്നെ അവിടുത്തെ ഗാർഡനിങ്ങിന്, അവിടുത്തെ ലൈറ്റിങ്, ബോർഡ്, ഇതിനൊക്കെ നിശ്ചിത % തുക അലോട്ട് ചെയ്തിട്ട്, ഇതേ ഞാൻ മനസ്സിലാക്കുന്ന 60 കോടി രൂപയ്ക്ക് മുകളിലാണ് ഒരു കിലോമീറ്ററിന്. അപ്പോൾ ഇവിടെ സ്ട്രെങ്തനിങ്ങിന് വേണ്ടത്ര പണം ചെലവഴിച്ചിട്ടില്ല. അത് ആ കമ്പനി ലാഭം ആക്കാനായിട്ട് ശ്രമിച്ചു. അതുകൊണ്ട് ആ കമ്പനിക്ക് ഇനിയിപ്പോൾ കൂടുതൽ തുക നഷ്ടം വരാൻ പോകുന്നു എന്നുള്ളതാണ്. അതിനോട് ഒപ്പം തന്നെ ഈ അവിടുത്തെ സൂപ്പർവൈസിങ് ചാർജുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഇക്കാര്യത്തിലുള്ള വീഴ്ചയെക്കുറിച്ചുകൂടി അന്വേഷിക്കാൻ നിർമ്മാണ ഘട്ടത്തിൽ അധിക തുക, അതായത് നിർമ്മാണ വസ്തുക്കൾക്കോ മറ്റോ അധിക തുക വേണ്ടി വന്നാൽ, നിർമ്മാണ ചെലവ് കൂടുകയാണെങ്കിൽ അത് NHA നൽകണം എന്ന ഒരു വ്യവസ്ഥ കൂടി ഈ കരാറിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇതിലെ അധിക തുക, അവർ 5 വർഷത്തെ ഇതിൻ്റെ കേടുപാടുകൾ സംബന്ധിച്ച കാര്യങ്ങളിൽ ഉത്തരവാദിത്തം അവർക്കാണെന്ന് പറയുമ്പോൾ തന്നെ നിർമ്മാണ ഘട്ടത്തിലെ അധികമായി വരുന്ന തുക ഈ NHAയിൽ നിന്ന് ഈടാക്കാൻ കഴിയും എന്ന ഒരു വ്യവസ്ഥ കൂടി ഈ കരാറിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.